അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സൗദി KMCC പ്രവർത്തകരോട് ഇന്ന് നമ്മുടെ ഹജ്ജാജിമാരെല്ലാം മീനായിൽ നിന്നും അവരുടെ താമസ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. രാവിലെ ചായയും അതുപോലെ തന്നെ കഞ്ഞിയും ഒക്കെ അവരെ മുന്നിൽ എത്തിച്ചപ്പോൾ അവർക്ക് വല്ലാത്ത അനുഭവങ്ങളും ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ട്. ഹജ്ജാജിമാരുമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കാം. എന്താ ആചാര്യയുടെ പേര്? അബ്ദുൽ ലത്തീഫ്. എവിടെ സ്ഥലം? ഓക്കെ. സൗദി KMCCയുടെ ഈ കഞ്ഞി വിതരണം എങ്ങനെ? മാഷാ അല്ലാഹ്, KMCCയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. നമ്മൾ ജിദ്ദയിൽ വന്ന് ഇറങ്ങിയത് മുതൽ നമ്മളെ പിന്നാലെ തരുന്നുണ്ട് എല്ലാ തരത്തിലും. പക്ഷേ ഇപ്രാവശ്യത്തെ ചില നിയമ തടസ്സം മൂലം ആദ്യ ദിവസം കല്ലേറിന്റെ ദിവസം അറഫാ ദിനം കുറച്ചൊരു KMCക്കാർക്ക് വേണ്ട പോലെ ഇടപെടാൻ പറ്റിയില്ല. എന്നിരുന്നാലും കഴിയാവുന്ന സ്ഥലത്തൊക്കെ അവർ ഇടപെട്ടിട്ടുണ്ട്. തുടർന്നും കഞ്ഞിയായിട്ടും ചായയായിട്ടും എല്ലാവിധ വൈദഗ്ധ്യ ഹാജിമാരെ ക്യാമ്പിലെത്തിക്കുന്നതായിട്ടും എല്ലാ തരത്തിലും അവർ കഴിയും പോലെ സഹായിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പോലെ തന്നെ അതിനേക്കാളും മെച്ചപ്പെട്ടതല്ലാതെ മോശമായിട്ടൊന്നുമില്ല. നല്ല തന്നെ പറയാനുള്ളത്. അടുത്ത നമ്മൾ ഒരു ഹാജിന്റെ ഒരു അനുഭവം ചോദിക്കാം. എന്താണ് ഹാജിന്റെ? മുഹമ്മദ്. മുഹമ്മദ്. അവിടെ സ്ഥലം? വെള്ളൂര്. എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ കഞ്ഞി കിട്ടുമ്പോഴുള്ള സന്തോഷം? അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷം. ഇതിന്റെ നമ്മൾക്ക് AC മക്കൾക്ക് മണ്ടാക്കിയിട്ടാണല്ലോ, AC വെള്ളം എല്ലാം മണ്ടാക്കിയാണല്ലോ. അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് നല്ലൊരു സന്തോഷം എല്ലാവർക്കും. നമുക്ക് ഇതിന്റെ ലീഡർമാർക്കൊക്കെ ഭയങ്കര നിങ്ങളുടെ ദുആ എപ്പോഴും വേണമെന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തക്കതായ പറയൂ നൽകട്ടെ. ഇതിന് സൗദി നാഷണൽ KMCC പ്രസിഡന്റ് കുർമാൻ സാഹിബ്, അതുപോലെ മുജീബ് കോഡ് സാഹിബ്, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരോടൊക്കെ ഒരു പ്രയത്നം ഇതൊക്കെയാണ് ഞങ്ങളുടെ എത്തിക്കാനുള്ളൊരു കാരണം. കുവൈത്ത് KMCCയുടെ വകയിൽ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു നിങ്ങളുടെ ഈ സേവനം ഞങ്ങൾ ഒരിക്കലും മാറ്റില്ല. മാത്രമല്ല, നിങ്ങളുടെ ഈ സേവനത്തിന് തക്കതായ പ്രതിഫലം തരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് പൊതുവായിട്ട്. KMCCയുടെ ഈ കഞ്ഞി കിട്ടിയത് കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഉൾപ്പെടെ 3-4 ദിവസം ഇപ്പൊ ഇവിടുത്തെ ഈ ഭക്ഷണം കഴിക്കാൻ വയ്യാതെ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോ കഞ്ഞി കിട്ടുന്ന പ്രതീക്ഷയോടെ ഇരിക്കാറുണ്ട്. ഇന്നലെ ഞാൻ കഞ്ഞി വന്നപ്പം അവിടുന്ന് ഇറക്കി ഇന്നലെ ഓടിച്ചു വിട്ടു, കിട്ടില്ല. ആദ്യം ഭയങ്കര നിരാശയായിരുന്നു കഞ്ഞിയോട്. ഇന്നുകൂടെ കിട്ടിയില്ലെങ്കിൽ വളരെ ഞാനൊക്കെ താഴെ പോയത്. എന്റെ കൂടെ ഒരാൾ കഞ്ഞി പഠിച്ചു പറഞ്ഞു, പുള്ളി കരഞ്ഞോട് പറഞ്ഞു, ഞാൻ കപ്പ് കൊണ്ടുവന്നില്ല, 4 ദിവസമായി എനിക്ക് കഞ്ഞി കുടിച്ചിട്ട്, ഞാൻ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത്രയും സന്തോഷമായിരുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ ഈ കഞ്ഞിയോട് വളരെ സന്തോഷം. ഞാൻ കുമ്പളി ഇടുക്കി, എന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ. ഓക്കെ. അടുത്ത രാജ്യത്ത് എന്റെ പേര് KM മുഹമ്മദ്. ഞാൻ ഇടുക്കി വണ്ണപ്പുറ സ്വദേശിയാണ്. KMCCയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് ജീവകാരുണ്യ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ നിങ്ങളെ കാണുമ്പോൾ തോന്നുകയാണ്. ഒറ്റപ്പെട്ട ഭക്ഷണത്തെക്കാളുപരി ഒറ്റപ്പെട്ട് പിരിഞ്ഞു പോകുന്നവരെ കണ്ടെത്തി നിങ്ങളിവിടെ എത്തിക്കുന്ന ആ ദൗത്യം വളരെ വളരെ വലിയ ഒരു സംഭവമായിട്ട് നമ്മൾ കാണുകയാണ്. ഒത്തിരി ഹാജിമാരെ ഒറ്റപ്പെട്ട് നിങ്ങളിവിടെ എത്തിച്ചതായിട്ട് മനസ്സിലാക്കുന്നു. അതുപോലെ ഈ ഇപ്പോൾ സൂചിപ്പിച്ച മാതിരി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ വലിയ ഒരു അമലാണിത്. കാരണം ഒരു നേരത്തെ കഞ്ഞി കിട്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ്, ദുആ ചെയ്ത സമയത്താണ് ഇപ്പൊ കഞ്ഞിയായിട്ട് വന്നത്. കഞ്ഞി കഴിഞ്ഞപ്പോ അപ്പത്തെ ചായ തന്നു. അൽഹംദുലില്ലാഹ്, എല്ലാം കൂടെ സന്തോഷമാണ്. നിങ്ങളുടെ സേവനത്തെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷമാണ് ഹാജിമാരുടെ മുഖത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്ര സർവശക്തനോട് സ്തുതിച്ചാലും മതിയാവില്ല എന്നാണ് നമ്മുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇതിന് ഒരുപാട് പ്രവർത്തിച്ച് എല്ലാവർക്കും കഞ്ഞി ഉണ്ടാക്കുവാനും അതിന് പ്രയത്നിച്ച എല്ലാവർക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മീനയിൽ നിന്നും ടെമ്പ് 294 നിന്നും ക്യാമറമാൻ അസീം മേൽമുറിയോടൊപ്പം മുഹമ്മദ് ഹുസൈൻ തട്ട.